നോമ്പ് പ്രമാണിച്ച് നമ്മളൊരു കലാശക്കൊട്ട എടുത്തല്ലേ, അതുപോലത്തെ ഒരു കലാശക്കൊട്ടാണെന്ന്. ഓക്കെ, ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതുതായി കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, രാവിലെ ഇൻട്രോ ഒക്കെ എടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഓല് ഇന്നെ തിരഞ്ഞെടുക്കുക. ഇന്ന് രാവിലെ മദ്രസ ഇല്ല, അപ്പോൾ അവളെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളായിരുന്നു. മദ്രസ ഉണ്ട്, അവളെ കൂടെ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഞാൻ സാധാരണ ഇറങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങി നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ അങ്ങനെ കളിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നെ തപ്പി തിരഞ്ഞ് നടക്കുന്നുണ്ട് ഓല്, പിന്നെ എന്നെ വിളിക്കുന്നുണ്ട്. ക്ലൈമറ്റ് 2 ദിവസമായിട്ട് ക്ലൈമറ്റ് ഇങ്ങനെയാണ്, മഴയില്ല എന്നാലോ മൂടിക്കൊണ്ടാണ്. ഓക്കെ, നല്ല മൂടലാണ് കേട്ടോ. ഇവിടെ നീലയാണല്ലോ, ഇങ്ങോട്ട് മൂടലാണ്. ഇതിൻ്റെ ഈ റോഡ് ബാക്ക് കൂടെ പോകുന്ന റോഡ് ഇതാ, ഇതിൻ്റെ ബാക്ക് കൂടെ പോകുന്ന റോഡിൻ്റെ അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ആ മെട്രോൻ്റെ എക്സോസ് ഫാന് കാണണം. അപ്പോൾ എക്സോസ് ഫാന്, എയർ വലിച്ചെടുക്കുന്ന ഫാന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് മെട്രോൻ്റെ എയർ വലിച്ചെടുക്കുന്ന, എയർ ഒഴിവാക്കുന്ന ഫാന്. ഇവിടെ 2 ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓണായി ഓഫായതാണ്. എന്താ വേറൊന്ന് എന്താ, ഇതും കൂടെ ഓണായി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണിത്. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇതാണ് ഫാന്. ഇതിൻ്റെ പിന്നെന്താ പറയുക, അണ്ടർഗ്രൗണ്ട് അല്ലേ, കൊഴിച്ചുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഇങ്ങനെ എയർ ഒഴിവാക്കും. ഭയങ്കര സൗണ്ടാണ്, പറഞ്ഞൊരു സൗണ്ടാണ്. ഓക്കെ, അപ്പോഴേ 36 വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ അവരെ അലക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന് അലക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്ത് ബില്ല് തന്നു. മസാസാനല്ല, ഇത് അടുത്ത മാസം തുടങ്ങി. അപ്പം ബില്ല് തന്നാണ് ക്യാഷ് വാങ്ങിക്കൊടുക്കാൻ. പിന്നെന്താ പറയുക, ഇന്നലെ ഫെസ്റ്റിവൽ മാൾ വെച്ചിട്ട് ഒരാൾ കണ്ടെന്ന് പറഞ്ഞ്, കണ്ട ആളുകൊണ്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രോ ആരെങ്കിലും എന്നെ കാണുകയാണെങ്കിൽ ഒന്ന് കമ്പനി കൂടാൻ വരുന്നുണ്ട്. ചിലപ്പം വെറുതെ കുത്തിരിക്കേക്കാരം, ആരും ഇല്ലാണ്ട് വെറുതെ ഇരിക്കേക്കാരം. അപ്പോൾ അങ്ങനെ വന്ന് കമ്പനി ആകാം. നമുക്കൊക്കെ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കൂടുതലും ആരെയും കാണുമ്പോൾ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് കമ്പനി ആവലാണ്. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ എന്താ പറയുക, നമ്മളെ ഇവിടെ ഉണ്ടല്ലോ കാസർഗോഡുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെട്ട്, അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പരിചയം ഉണ്ടല്ലോ, നമ്പർ വാങ്ങി ഇപ്പം കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്കൊരു സന്തോഷമാണ്. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമാണ്, കാരണം എനിക്ക് ഇങ്ങനെ സൗഹൃദം പക്കയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ പറയും കാണുമ്പോൾ നിർബന്ധമായിട്ട് വരരുത് എന്നല്ല, കാണുമ്പോൾ എന്തായാലും അടുത്തോട്ട് വരണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടലാണ്. ഞാൻ അവിടെ ഇപ്പം ഇന്നലെ ഫെസ്റ്റിവൽ മാളിൽ നിന്ന് ഒരു അണ്ണനായിട്ട് പരിചയപ്പെട്ടു. 42 വർഷമായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് കയറ്റി കമ്പനി ആയതാണ്. എനിക്ക് വർത്താനം പറയാൻ ആരെങ്കിലുമൊക്കെ മാണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും വന്ന് സംസാരിക്കുക, ഞാനും വന്ന് സംസാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ റൂമിലേക്ക് എത്തി. എന്താ പറയുക, ഫോണുണ്ടോയെന്ന് ചോദിച്ചിട്ടൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ എടുത്തൊക്കെ അറിയോ, അങ്ങോട്ട് പോകാനുള്ളതല്ലേ. എൻ്റെ ബ്രഷ്, ഗോൾഗേറ്റ്, പിന്നെ ഇപ്പം എന്താ ഉള്ളത്, അത് രണ്ടുള്ളൂ. പിന്നെ ലോഷന്, പൗഡർ, അത് ഇത് മറ്റേ മറിച്ച് അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഷർട്ട്, ഈ ഷർട്ട് നാളെ ഇവിടെ ഇടും. നാളേക്കൊരു ഷർട്ട്, അത് മാത്രമേ ഉള്ളൂ. അത്ര സാധനങ്ങൾ എടുത്തിട്ട് വിടാനുള്ള പരിപാടി ബാങ്ക് കൊടുത്തു. അപ്പോൾ ഒക്കെ സെറ്റാക്കട്ടെ കേട്ടോ. ഓക്കെ, അതായത് വക്രയിൽ പോയിട്ടില്ല. വക്രയിൽ പോവാത്ത എന്താണെന്ന് വെച്ചാൽ, വക്രയ്ക്ക് നിന്ന് ആദ്യം എന്നോട് പറഞ്ഞ് സാധനമൊക്കെ ഞാൻ പാക്കാക്കി വെച്ചിരുന്നു. പിന്നെ പറഞ്ഞു വക്രയ്ക്ക് പോകണില്ല. അപ്പോൾ നോമ്പല്ലേ വരാൻ പോണ്. അപ്പം കലാശക്കൊട്ടിൻ്റെ പരിപാടിയിലാണ്.
അപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ വണ്ടർലയിലാണ് ഉള്ളത്. എന്താ പറയുക, വണ്ടർലയിലെ വീഡിയോ നമ്മൾ ഒരട്ടം ചെയ്തിരുന്നു, പോയി. അപ്പോൾ സാരില്ല, പോട്ടെ, ഞാൻ പുതിയ എടുക്കാമല്ലോ. ഇന്ന് വന്ന മുതലായി കണ്ടമാനം ജനങ്ങളാണ്. ഇവർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ടിക്കറ്റ് കിട്ടാൻ്റെ ഇവര് VIP ടിക്കറ്റ് എടുത്തതാണ്. കാരണം അവിടെ അമ്മാതിരി ജനങ്ങളാണ്, മലയാളികളും എല്ലാ രാജ്യക്കാരും, ഇവർ ഖത്തറികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് തീർക്കാം. ലേറ്റ് ആവും, ഇന്ന് എങ്ങനെയാലും 1 മണി വരെ ആവും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവർ കലാശക്കൊട്ട് നടത്താനുള്ള പരിപാടിയാണ്. കലാശക്കൊട്ട് എന്തേ. ഓക്കെ, അപ്പം നേരെ വിഷ്വലിലേക്ക് പോവാം. എന്താ രസം കേൾക്കാനല്ലേ, ഒച്ചപ്പാടോടുന്ന പറക്കുന്നുണ്ട്. ഓക്കെ, സകലത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ മറ്റേ ട്രെയിൻ പോകണണ്ടിന്. ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്, നല്ല രസമല്ലേ. ഇതൊക്കെ റമദാനായിട്ട് വെച്ചതാണ് കേട്ടോ. അത് ഈ റോഡ് സൈഡ് മൊത്തം വെച്ചിട്ടുണ്ട് കണ്ടോ, മൊത്തം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയോക്കാം. ഇത് VIP ഏരിയയാണ് കേട്ടോ. ഇനി മറ്റോടത്തെ ക്രൗഡ് ഞാൻ കാണിച്ചത്. മറ്റോടത്തെ എന്താ പറയുക, ക്രൗഡ് ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് പോലെ ഇനിയിപ്പോൾ തെറ്റണ്ട. തിരക്കാണ് മക്കളെ, ആ കാണുന്ന മുഴുവൻ. ഈ മിന്നി കത്തണൊക്കെ ഉണ്ടല്ലോ. നമ്മളെ നാട്ടിലെ ചാറ്റൽ കോട്ടനേക്കാളും വലിയ ചാറ്റൽ കോട്ടയുണ്ട്. അതാണ് സംഭവം. സ്ലോല് നീങ്ങുന്നത് കണ്ടോ, സ്ലോലാണ് നീങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും, അല്ലാണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിനുള്ളിൽ എന്തോ ഒരു കളിയുണ്ട്. ഈ സാധനമൊക്കെ കൊണ്ടിട്ട്, ഈ ബനാന പോലത്തെ സാധനമൊക്കെ കൊണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങലൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറാത്തതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് വല്ലാണ്ട് എനിക്ക് പറയാനറിയില്ല. നമ്മളെ പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം. പൊന്നു ആൾക്കാർ നോക്കി, കണ്ടമാനം ആളാണ്. ഇതൊന്നല്ലേ ഞാൻ വന്നപ്പോൾ ഇതിനേക്കാളും ആൾക്കാരുണ്ടായിരുന്നു. ഉള്ളിൽ ഇതിനേക്കാളും സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ നിൽക്കുന്നൊക്കെ ടിക്കറ്റിന് നിൽക്കുക, ഇതൊക്കെ ടിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പൊന്നു, ഇത് ഞാൻ വന്നപ്പോൾ ഇത് ഫുള്ള് ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഒക്കെ പോയി, ഒക്കെ ഉള്ളിൽ കയറിപ്പോയതാണോ ഇനി പുറത്തിറങ്ങിപ്പോയതാണോന്ന് അറിയില്ല. നമ്മളെ ഫാമിലി മാത്രമല്ല കേട്ടോ, സകല ഫാമിലികളും വന്നിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാരും വന്നിട്ടുണ്ട് ആഘോഷിക്കട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ. ഓക്കെ, ഖത്തറിനെ ഇങ്ങനെ കാണല്ലേ, അടിപൊളി. ആരത്, രാജാക്കന്മാരത് അവിടെ മുന്നിൽ തന്നെ. ഫുൾ ഹൗസ്ഫുള്ളാണ്. ഒന്നും നോക്കണ്ട. ഇവിടെയൊക്കെ മീൻ കിട്ടുമോ? അപ്പോൾ തീ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ് മീൻ, പിന്നെയും പറയാം. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതൊക്കെ എന്താ വെച്ചാൽ ഇതൊരു രസമല്ലേ, അങ്ങനെ തീയണ്ടോ. സംഭവം ഭയങ്കര സെറ്റപ്പ്. അതിലെ ഒരു ട്യൂബ് പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തീ എടുത്തിട്ട് നല്ല സംഭവമാണ്, നല്ല രസമുണ്ട്. മഴക്കാറുണ്ട് കേട്ടോ, ബോട്ട് കുറേ വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിശന്നിട്ട് എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നോക്കി. ഭയങ്കര റേറ്റ്, 50 റിയാൽ, 60 റിയാൽ, 70 റിയാൽ. എങ്ങനെ കഴിക്കാനാണ്? ഇത് വില ഫുഡാണ്. അതായത് സ്പാനിഷ്, ബിഗ് ബർഗർ, ബോംബെ ബർഗർ, ആന ജമ്പ് എന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നോമ്പ് പ്രമാണിച്ച് നമ്മളൊരു കലാശക്കൊട്ട എടുത്തല്ലേ, അതുപോലത്തെ ഒരു കലാശക്കൊട്ടാണെന്ന്. ഓക്കെ, 12 മണി 1 മണിയൊക്കെ ആവും തീരണമെങ്കിൽ. കലാശക്കൊട്ടല്ലേ. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയും
കണക്കാണ്. അപ്പം ഞാൻ വണ്ടി പോയിട്ട് കിടക്കട്ടെ. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കൂടുതലായിട്ട് വീഡിയോസ് എടുത്ത് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ കലാശക്കൊട്ടിൻ്റെ ഇതിൽ ഞാനും കിടന്നുറങ്ങി ആഘോഷിക്കാൻ പോവാണ്. അവർ അതിൻ്റെ ഉള്ളിൽ കയറി ആഘോഷിക്കും, നമ്മൾ കിടന്നുറങ്ങി ആഘോഷിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.